ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താ വെച്ചാൽ ഒരു ഈദ് വ്ളോഗായിട്ടാണ്. ഒരു ഗെറ്റ് റെഡിയും അതുപോലെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ആദ്യം തന്നെ നമുക്കൊരു ഗെറ്റ് റെഡി വെച്ച് തുടങ്ങാം. കാരണം നമുക്ക് ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് ഫോട്ടോ സെക്ഷൻസ് എടുക്കാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്ഷീണമായിരിക്കും. അപ്പോൾ മുഖത്തിന് ആ ടയർഡ്നെസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ നല്ല ഷാർപ്പായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സെറം വെച്ചിട്ടാണ്. സെറം എല്ലാവരും പറയുന്ന പോലെ നമ്മൾ 3 ഡ്രോപ്സ് ഒക്കെ എടുത്തുകൊണ്ട് ഫേസിൽ അപ്ലൈ ചെയ്തു. നല്ല നമ്മളെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരുത്തി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് മുഖത്തിൽ അങ്ങോട്ട് അറ്റാച്ച് ചെയ്യിപ്പിക്കുക. അങ്ങനെ നമ്മൾ അതും ചെയ്ത് ഗെറ്റ് റെഡി ഫുള്ളൊന്നും എടുത്തിട്ടില്ല. കാരണം ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നു വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ബാക്കി നമ്മൾ പിന്നെ ഫൈനൽ ലുക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ കാണിച്ച് നിങ്ങളെയും ബോറടിപ്പിക്കണ്ട, ഇനിയും ബോറടിപ്പിക്കണ്ട വിചാരിച്ചു. സോ നമ്മൾ പെരുന്നാളുള്ള നമ്മളൊരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളോട് സംസാരിക്കുന്നുണ്ട് ഞാൻ. അവൾക്ക് ക്യാമറയുടെ മുന്നിൽ കയറാൻ ഷൈ ആണ്, എന്നാലും കുഴപ്പമില്ല. അതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് ബിഹൈൻഡ് ദ സീൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾ വന്ന വീഡിയോസും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് പിന്നെ നമ്മൾ ഏകദേശം നല്ല ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് സംഭവം. എന്തെങ്കിലും പ്രൊഡക്റ്റ് എന്തെങ്കിലും കാണിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. എനിവേ നമ്മൾ അതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു. മൊത്തത്തിലുള്ളതൊന്നും കാണിക്കുന്നില്ല, ഓൾറെഡി പറഞ്ഞല്ലോ. സെറ അപ്ലൈ ചെയ്ത മാതിരി മോയ്സ്ചറൈസറും നമ്മൾ മുഖത്ത് നല്ല മസാജ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ നമുക്ക് ഫൈനൽ ലുക്കിൻ്റെ മുന്നേ നമ്മൾ രാവിലെ നീച്ചയൊക്കെ എന്തൊക്കെ പരിപാടി ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കിച്ചണിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തോ എന്തെങ്കിലും കുക്ക് ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ രാവിലെ നീച്ച് ചായയുടെ പരിപാടിയൊക്കെ എനിക്ക് ഫ്രൂട്ട് സലാഡുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ മുന്തിരിയും ആപ്പിളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് ഐറ്റംസ് കാണും. നല്ല ചിക്കൻ നല്ല മുരിമുരിയാനെ ഇതാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടിപൊളി ചിക്കൻ മന്തിയാണ് പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് നമ്മളെ ഫ്രണ്ട് വന്നത്. നമുക്ക് പോയി പിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഓള് ബസ്സിനാണ് വന്നത്. ഞാൻ സാധാരണ പോയി പിക്ക് ചെയ്യാറാണ്. സോ വന്നേക്ക് നമ്മളൊരു ജ്യൂസ് എടുത്തു, മുസംബി ജ്യൂസ്. സിനിമ കണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടു. പിന്നെയാണ് നമ്മളെ ഫോട്ടോ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൈസ്. ആണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് പറയുന്നത്. ഞാൻ 2 വെയേഴ്സ് ഉണ്ട്, എത്തനിക് വെയറും ഉണ്ട്, കാഷ്വൽ വെയറും ഉണ്ട്. സോ എത്തനിക്കിൽ ആദ്യം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിൽ നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാഷ്വൽ ഇടാം. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട നമുക്ക് എന്തായാലും നിങ്ങളെ അഭിപ്രായം പറയണം. പിന്നെ സോ ഇതിൻ്റെ ഫുൾ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതുമൊക്കെ നമ്മളൊരു വാച്ച് ഇടും. ജസ്റ്റ് ഒന്ന് മേക്കപ്പും ടച്ചപ്പും കഴിഞ്ഞപ്പോൾ ഒന്ന് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ, സോ ഗൈസ് നമ്മൾ കുറച്ച് എസ്തെറ്റിക് ഫോട്ടോഷൂട്ടിന് ശേഷം നിങ്ങൾക്ക് ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് ഔട്ട്ഫിറ്റിൻ്റെ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലിങ്കൊന്നും ചോദിക്കണ്ട, ഞാൻ വരുന്നതാണ് ഷോപ്പ് എന്ന് അറിയാം. എങ്ങനെ ഇഷ്ടമാവും ഗൈസ്? നല്ല ഭംഗിയല്ലേ ഗൈസ്? ഞങ്ങൾ ഇവിടേക്ക് ഫോട്ടോഷൂട്ടിന് വന്നതാണ്. എവിടേക്ക് വെച്ചാൽ വീടിൻ്റെ മുന്നത്തെ വീടാണ്, നമ്മൾ സ്വന്തം വീടാണ് ഗൈസ്. അപ്പം എന്നെ കാണാൻ എങ്ങനെയുണ്ട്? പൂക്കി. എൻ്റെ ഫസ്റ്റ് ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ അറിയിക്കണം, എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇപ്പം നിങ്ങൾ എൻ്റെ ഫൈനൽ ലുക്ക് കണ്ടു. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഫുഡിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് കണ്ടാലോ. ഞാൻ ആദ്യം എന്താണ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ബിഹൈൻഡ് ദ സീനിൽ കണ്ടതാണ്. സോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്താണെന്നും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കാണിക്കാം. നമുക്ക് അത്ര വലിയൊരു ഹെവി പരിപാടിയൊന്നുമില്ല, വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട്. സോ ജസ്റ്റ് മന്തി, ചിക്കൻ വരട്ടും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുള്ളൂ. സോ ഇതാണ് നമ്മളെ ഫുഡ് ഐറ്റം എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം അനുത്താത്ത സ്പെഷ്യലാണ് ഗൈസ്. അനുത്താത്ത ഉണ്ടാക്കിയതാണ്. അങ്ങനെ നമ്മൾ ഫുഡ് അടി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഡെസേർട്ടായിട്ട് ഫ്രൂട്ട് സലാഡും കഴിച്ചു. അതൊക്കെ കഴിച്ച് നമ്മൾ സെക്കൻഡ് ലുക്കിലേക്ക് പോവാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫ്രൂട്ട് സലാഡ്. അങ്ങനെ ഇത് കഴിച്ച് നമ്മൾ സെക്കൻഡ് ലുക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. എൻ്റെ സെക്കൻഡ് ഔട്ട്ലുക്ക് അറിയുന്നത് ഇതാണ്. ഒരു ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടും അതേപോലെ ഷാൾ വരുന്നത് ഇങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഷാൾ ഇങ്ങനെ സ്റ്റൈൽ ചെയ്തു എന്നുള്ളൂ. ഞാൻ അങ്ങനെ കെട്ടാത്ത ഒരാളാണ്. സോ എങ്ങനെ ഉണ്ട് എന്ന് എനിക്കറിയില്ല. എനിക്കത്ര കോൺഫിഡൻസ് തോന്നിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഡൗൺ ചെയ്യണം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. എനിവേ നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ് എൻ്റെ സെക്കൻഡ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ മോജയുടെ ഷാളും കാര്യങ്ങളൊക്കെയാണ്. ഡ്രസ്സിൻ്റെ ലിങ്ക് എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്താൽ മതി. ഷോപ്പിൻ്റെ പേര് ഞാൻ ലിങ്ക് ചെയ്ത് കൊടുക്കാം.
എൻ്റെ ഈദിൻ്റെ ഷോപ്പിംഗ് വ്ലോഗ് കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എവിടെ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പെരിന്തൽമണ്ണ പുതിയ അലൂറ ബുട്ടീക്കിൽ നിന്നാണ്. സോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഓൺ ചെയ്യുക. ഫസ്റ്റ് ലുക്കാണോ സെക്കൻഡ് ലുക്കാണോ ഇഷ്ടമായതെന്ന് പറയാം. ഓക്കെ, ഏകദേശം ഇതിൻ്റെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ഒരിക്കലും പോവാണെങ്കിൽ നമ്മൾ മാക്കിൻ്റെ അടുത്തായിരിക്കും പോവാം. ഇൻഷാല്ലാ പോവുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോസും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ, സോ ഇനി ഒന്ന് കിടന്നുറങ്ങാം. ഓക്കെ, സോ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളെ വീട് നിലമ്പൂരാണ്. സോ അവൾ വീഡിയോയിലൊന്നും ഇൻക്ലൂഡ് അല്ല, അവൾ ഇൻട്രോവേർട്ടാണെന്ന് പറയാൻ പറഞ്ഞു ഗൈസ്. അവളെ കൊണ്ടാക്കി വന്നപ്പോഴത്തേന് അസ്കർ വന്നിരുന്നു. സോ നമ്മളൊന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് നേരെ മാക്കിൻ്റെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. സോ അവൻ കണ്ടിട്ടും കുറേ ദിവസമായി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്തെങ്ങാണ്ട് മാക്കിൻ്റെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. മാക്ക് വന്നിട്ട് നമ്മളെ ഫാമിലിയിലെ ആദ്യത്തെ പെരുന്നാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഹാപ്പിയാണ്. 23 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ ഫാമിലിയിൽ പുതിയൊരു മെമ്പർ വന്നിക്കാണ്. സോ അവിടെ ചെന്നേക്ക് നമുക്ക് ആദ്യം തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ തന്നത് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാക്കിനെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന വഴി ഞങ്ങൾ സന്തോഷ് ബൈക്കിലൊന്ന് കയറി എന്തെങ്കിലും ഡെസേർട്ടായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. സോ അവിടെ വെറൈറ്റി സാധനങ്ങളൊക്കെ കണ്ടു. ഞങ്ങൾ അതൊക്കെ ഓരോന്നായിട്ട് പർച്ചേസ് ചെയ്ത് വണ്ടിയിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആദ്യം ട്രൈ ഔട്ട് ചെയ്തത് ഒരു കോഫി ചീസ് കേക്കാണ്. ഒരു 50-50 കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അടുത്തത് നമ്മൾ ബ്രൗണിയാണ് ടേസ്റ്റ് ചെയ്തത്. ഐസ്ക്രീം കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. സോ അത് നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാൻ വിചാരിച്ചു. അടുത്തത് പറയുന്നത് ബ്ലൂബെറിയുടെ എന്തോ ഒരു ഡെസേർട്ടാണ്. അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ ഐസ്ക്രീമും ബ്രൗണിയൊക്കെ കഴിച്ചങ്ങാണ്ട് ഈ പരിപാടി ഇവിടെ നിർത്തി കഴിച്ചു.